ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വാട്ട ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു 10ൻ്റെ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വീട് വരെ പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും സമയം കിട്ടിയില്ല. അത് കാരണം പോണ വഴിക്ക് തന്നെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചപ്പോഴേക്കും എന്തായാലും ഒരു 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പപ്പടം പഴം പായസമായിരുന്നു. അതൊക്കെ കൂട്ടി അങ്ങോട്ട് വിശാലമായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഈ കറികളുടെയൊക്കെ കൂട്ടത്തിൽ പുളിശ്ശേരിയും പപ്പടവും ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയുടെ ഒരു സാങ്കേതിക പ്രശ്നം മൂലം എനിക്കത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം അതെല്ലാം കൂട്ടി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പായസം വന്നു. എന്നെപ്പോലെ ഇലയെ പായസം വാങ്ങിക്കാതെ ഗ്ലാസ്സിൽ പായസം വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഇങ്ങനെ ഇലയെ പപ്പടവും പഴമൊക്കെ ഇങ്ങനെ കഴിക്കും. പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. ശരിക്കും ഈ പായസം പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നതിന് ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കടയിൽ പോയിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 4 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. ഒരു 4:30 ആയപ്പോഴേക്കും ചായ നല്ല കടുപ്പത്തിൽ ചായയൊക്കെ വെച്ചു കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ കപ്പവറുത്തയുടെ കാര്യം ഓർത്തത്. പിന്നെ അതങ്ങോട്ട് മാറ്റി വെക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ ഹാളിലിരുന്ന് വള്ളംകളിയൊക്കെ കണ്ടുകൊണ്ട് കപ്പവറുത്തയൊക്കെ കഴിച്ചു. അങ്ങനെ വള്ളംകളിയൊക്കെ കണ്ട് കുഴങ്ങിയല്ലേ എന്ന് വിചാരിച്ച് ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴാണ് ഗൈസ് വെള്ളം കുടിക്കുന്നത്. ഈ ഒരു മൊന്ത കണ്ട് ആരും പേടിക്കണ്ട. എൻ്റെ കൊച്ചിലേ തൊട്ട് അമ്മ ഈ ഒരു മൊന്തേ വെള്ളം കുടിച്ച് ഞാൻ ഈ ഒരു മൊന്തേ വെള്ളം കുടിക്കുന്നതിന് അഡിക്റ്റ് ആയിപ്പോയിട്ടുണ്ട്. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും ഈ ഒരു മൊന്തേ കുടിക്കുന്നൊരു ഫീല് അത് വേറെയാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇടാൻ കാരണം കോച്ചി പിടിച്ചതാണ്. നല്ല തണുത്ത വെള്ളമായിരുന്നു. പിന്നെ ആ വെള്ളം കുടിക്കാൻ നിന്നില്ല. ആ വെള്ളം കൊണ്ട് മുഖം അങ്ങോട്ട് കഴുകി. തണുത്ത വെള്ളത്തിൽ മുഖം കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞാറിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് നമുക്ക് ഫുഡായിട്ട് ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് പോകാം. അപ്പോൾ ഓക്കെ, ബൈ.